ഹലോ മക്കളെ, 8ാം ക്ലാസ്സുകാർക്ക് ഒരു സന്തോഷ വാർത്ത. ഇത് കണ്ടിട്ട് വന്നവരാവും നിങ്ങളെല്ലാവരും. ഓക്കെ, സന്തോഷ വാർത്ത എന്താണെന്നുള്ളത് സാറ് പറയാം. അതിനു മുമ്പ് മക്കൾക്ക് എല്ലാവർക്കും ക്ലാസ് 8ൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അറിയാമല്ലോ. ഒന്നുമല്ല സാറേ, എല്ലാവരും പറഞ്ഞു പേടിപ്പിക്കുന്നു ഞങ്ങൾ പൊട്ടുമെന്ന്. കുറേ കുട്ടികൾ 8ാം ക്ലാസ്സുകാർ ഇപ്പോൾ പറയുന്നതാണ്. ഓക്കെ, 7ാം ക്ലാസ് വരെ തോൽക്കൂല, പക്ഷേ 8ാം ക്ലാസ് മുതൽ ഞങ്ങൾ തോൽക്കും എന്നൊക്കെ പറയുന്നു. നിങ്ങൾ തോൽക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് പഠിച്ചിട്ടില്ലെങ്കിൽ, ഗൗരവമായിട്ട് നിങ്ങൾ ഈ ഒരു സിലബസിനെ കണ്ടിട്ടില്ലെങ്കിൽ, കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ പഠിക്കാതെ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ തോൽക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതല്ലാണ്ട് എല്ലാ 8ാം ക്ലാസ്സുകാരെയും തോൽപ്പിക്കും എന്നല്ലല്ലോ അർത്ഥം. ഓക്കെ, തീർച്ചയായിട്ടും മക്കളെ, വളരെ കൃത്യമായി നിങ്ങളുടെ സിലബസ് ഇൻ ഡെപ്തിൽ പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണ് യോധ ബാച്ച് എന്നുള്ളത് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. യോധ ബാച്ചിലുള്ള കുട്ടികളൊക്കെ അത് എൻജോയ് ചെയ്ത് പഠിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഈ യോധ ബാച്ചിൽ കഴിഞ്ഞ 27ാം തീയതി വരെ ജോയിൻ ചെയ്യുന്ന മക്കൾക്ക് ഒരു ഗിവ് അവേ ഓഫർ ചെയ്തിരുന്നു ഞങ്ങൾ. ഓക്കെ, പക്ഷേ കുറേ കുട്ടികൾ ജോയിൻ ചെയ്തെങ്കിലും കുറച്ച് കുട്ടികൾ മെസ്സേജ് അയച്ചു, സാർ ക്യാഷിന് അല്പം ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് സമയം കൂടി തരുമോ എന്ന് ചോദിച്ചിട്ട് AD സാറിനും എല്ലാവർക്കും മെസ്സേജ് അയച്ചായിട്ട് കണ്ടു. ഓക്കെ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ വരുന്ന ജൂലൈ 6 വരെ ഞങ്ങൾ ആ തീയതി നീട്ടിയിട്ടുണ്ട്. ഈ ജൂലൈ 6ൻ്റെ ഉള്ളിൽ നമ്മൾ യോധ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്ന മക്കൾക്കെല്ലാം ആ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ യോധ ബാച്ചിൽ ഗിവ് അവേക്ക് വേണ്ടി മാത്രമല്ലല്ലോ ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വർഷം ഉറപ്പാണടാ യോധ ബാച്ചിനൊപ്പം നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ടീച്ചർക്ക് നിങ്ങളെ തോൽപ്പിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതിനു പോലും സാധിക്കാത്ത രൂപത്തിൽ നല്ല മാർക്ക് നേടാൻ നിങ്ങൾക്ക് സാധിക്കും. കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിലും എന്ത് പഠിക്കണമെന്നും അത് മക്കൾക്ക് എങ്ങനെ എളുപ്പമായിട്ട് പഠിക്കാം എന്നൊക്കെ നോക്കിയിട്ടാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലും സ്ലൈഡും ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മളെ യോധ ബാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുക? ലൈവായിട്ട് ക്ലാസ്സുകൾ കാണാം. ഇനി ഇൻ കേസ് മക്കളൊരു ടൂർ പോയോ അല്ലെങ്കിൽ ഒരു അസുഖം വരികയൊക്കെ ചെയ്താൽ ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പം ഓരോ ചാപ്റ്ററും കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ഉണ്ടാകും. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഫെസിലിറ്റീസ് നമ്മുടെ യോധ ബാച്ചിനുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട്, സാർ യോധ ബാച്ചിനെ പറ്റിയിട്ട് നമ്മൾ സൈലത്തിലൂടെ അല്ലാതെ അറിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും അറിയാൻ പറ്റും. നിങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലും യോധ ബാച്ചിൽ പഠിക്കുന്ന ആളുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കിക്കേ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ, അതോടൊപ്പം നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് 100% കോൺഫിഡൻസ് ആണ്. അതായത് ആ കുട്ടി ഷുവറായിട്ടും നിങ്ങളോട് സജസ്റ്റ് ചെയ്യും യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പോൾ മക്കളെ, കേരളത്തിലെ എല്ലാ 8ാം ക്ലാസ്സുകാരും യോധ ബാച്ചിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ മക്കൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാണ്ടെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കുക, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒപ്പം നമ്മളുടെ ഈ വർഷം അടിപൊളിയായിട്ട് ഫുൾ മാർക്കൊക്കെ നേടി നമുക്ക് 9ാം ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, സെറ്റ്.